ഷക്ലീന, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. നിനക്ക് നിന്റെ ഏട്ടനെ ഇപ്പോഴാണോ ഓർമ്മ വന്നത്? ജെനിയെയും ജോഡിയെയും നീ ഇങ്ങോട്ട് അയച്ചിട്ടേ ഇല്ലല്ലോ. ജെനിയും ജോഡിയും എത്തിക്കഴിഞ്ഞു. ഷേടാ, ഇവരുടെ കളി അല്പം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇവരെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്തത്. കുറച്ചു ദിവസമായി നിങ്ങളെ കാണുന്നെന്ന് ഇവര് പറഞ്ഞോണ്ടിരിക്കയാണ്. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്ക് വിശക്കുന്നു. ചൂടായ ആഹാരം ഇതാ എത്തിക്കഴിഞ്ഞു. ഞാനിന്ന് സ്പെഷ്യലായിട്ട് പല ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കും കഴിക്കും കഴിച്ചോണ്ടിരിക്കും. എന്റെ ഈ ഡിഷസ് എല്ലാം രുചിയുള്ളതാണ്. നിക്കവിടെ നിക്കാൻ നിക്കാനല്ലേ പറഞ്ഞേ? ഷാക്കാൽ, ഇതിനൊന്ന് തടഞ്ഞു നിർത്തി എന്നെ ഒന്ന് രക്ഷിക്കേ. കണ്ടില്ലേ എന്റെ കുട്ടികൾ എത്ര സൂപ്പറായിട്ടാ മാജിക് ചെയ്യുന്നത്. രുദ്രയ്ക്ക് മുൻപിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ മുൻപിൽ ചെന്ന് ഇവർക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. രുദ്ര ആരാ? സൺ സിറ്റിയുടെ രാജാവ് ജയ്സിംഗ് ചൗഹാന്റെ പേരക്കുട്ടിയാണ് രുദ്ര. അവന്റെ മുൻപിൽ മഹാന്മാരായ മജീഷ്യൻസ് പോലും തോറ്റു പിൻവാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ജയിക്കാൻ രുദ്രയ്ക്ക് ഒരിക്കലും കഴിയില്ല. വരൂ ജെനി, നമുക്ക് അവനൊന്ന് കണ്ടേക്കാം. രണ്ടിലൊന്നെന്ന് അറിയണമല്ലോ. അതെ കുട്ടികളെ, ചെല്ല്. ഇത് നിങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ജെനി, ജോഡി, വളരെ സൂക്ഷിക്കണം കേട്ടോ. രുദ്ര വളരെ ബ്രില്യന്റ് ആയ മജീഷ്യനാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ അവരെ ഒരു ജോക്കറായിട്ട് മാറ്റും. അത് അവനൊരിക്കലും മറക്കില്ല. ജോഡി, വരെ പോവാം. എന്റെ അമ്മ. ജോഡി, ഇതല്ലേ രുദ്രയുടെ സൺസിറ്റി? ഇപ്പൊ നമുക്ക് ഈ സൺസിറ്റിയുടെ മൊത്ത സന്തോഷവും നശിപ്പിക്കാം. നമുക്ക് തുടങ്ങാം. എന്താ ഇതൊക്കെ? ഭൂതം, ഭൂതം. ഈ ടോമിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി എന്താ അങ്ങനെ കിടന്ന് കറങ്ങുന്നത്? എന്റെ കാറൊരു പാവാണ്. അതെന്തെങ്ങനെ പറക്കുന്നേ? ഒന്ന് നിർത്ത. ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ ജോണി? ഹലോ ഹലോ രുദ്ര, ഒന്ന് വേഗം വാ. എന്റെ കാറിന് ഇടിക്കാൻ വരിക. എന്റെ കാറ് ഡാൻസർ കാറായി മാറിപ്പോയി. വേഗം ഒന്ന് വന്ന് രക്ഷിക്കേ. ഇതിലും കൂടുതൽ വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ആരാ? ഓഹോ, അവന്റെ ദേഷ്യം കണ്ടില്ലേ? അപ്പൊ നീ ആയിരിക്കും രുദ്ര. അതെ, ഇവനാണ് രുദ്ര. ഞങ്ങൾ രണ്ടുപേരും ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ മൈര, ഇവൻ വരുൺ. ഞാനാണ് ജെനി, ഇവൻ എന്റെ അനിയൻ ജോഡി. പിന്നെ ഷാക്കാൽ ഞങ്ങളുടെ അങ്കിളാണ്. നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് വിഷസും പിന്നെ ഒരുപാട് സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സ്വീറ്റ്സോ?
എവിടെയാ സ്വീറ്റ്സ്? അത് എന്ത് സ്വീറ്റ്സാ? അത് ഗുലാബ് ജാമുൻ ആണോ അല്ലെങ്കിൽ കാജു കത്ലിയാണോ? സ്വീറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ വായിലെ കപ്പലോടുന്നത് കണ്ടില്ലേ? ഇപ്പൊ കണ്ടു ജോഡി. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്നീഡി സ്പീഡി സ്നാക്കി ചൂ. സ്വീറ്റുകളെല്ലാം പെട്ടെന്ന് വരട്ടെ. എന്റെ സ്വീറ്റ്സ് ഒക്കെ പോകുന്നേ. ആരോ കൊണ്ടുപോകുന്നേ. ഒന്ന് പിടിക്കണേ. കഴിച്ചോ കഴിച്ചോ, ഒരുപാട് കഴിച്ചോ. ഇതുവരെ നീ കഴിച്ചത് ഗുലാബ് ജാമുനും ചംചമുമാണ്. പേട പിന്നെ കാജു കത്ലി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരായാലും ശരി, വേഗം ഈ മാജിക് നടത്ത്, അല്ലെങ്കിൽ പ്രശ്നമാവും. രുദ്ര, ഈ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകെയില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ജന്തർ മന്തർ ജാദു കതന്തർ ചൂ. സോറി രുദ്ര. ഇതാണോ നിങ്ങളുടെ മാജിക്? ഈ ഫീൽഡിൽ നിങ്ങൾ എന്തായാലും വളരെ ജൂനിയർ ആണ്. ഞങ്ങളുടെ മാജിക്കിന് മുമ്പിൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓടരുത് ഓടരുത്, നിക്കെവിടെ? ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നേ? പേടിച്ചു പോയോ? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒന്നിനും വിട്ടേക്കില്ല. രുദ്ര, എന്നെ കൊണ്ടുപോ. എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ പറ്റില്ല. എനിക്ക് പറക്കാൻ അറിയില്ല. ഇതിലും വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. എവിടെയാടാ പോയി പതുങ്ങിയിരിക്കുന്നേ? ഇങ്ങോട്ട് പുറത്ത് വാടാ. നിങ്ങൾ രണ്ടാളെയും മത്തക്കകത്തിരുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കും. മത്തങ്ങയെല്ലാം ഉരുണ്ടോടട്ടെ. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇന്നത്തെ ദിവസം ശരിയല്ലെന്നാ തോന്നുന്നേ. ഓടിക്കോ, രക്ഷിക്കണേ. ഹലോ രുദ്ര, നിനക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ തടഞ്ഞു നിർത്തേ. മൈര, വരുൺ, സ്പീഡ് കൂട്ട്, വേഗം. ഓടിക്കോ ഓടിക്കോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഏതുപോലെ തന്നെ ഓടിക്കോ. നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ചുമരി പോലും തകർക്കാനാവുന്നില്ലല്ലോ. വാട്ട് എ ലൂസർ. പേരൊക്കെ വലിയ പേരാ, പക്ഷെ ആള് ചെറുതും. നമ്മൾ തുടങ്ങിയ കളി ഇപ്പൊ നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ കളി ഇതോടെ അവസാനിച്ചു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രുദ്ര അതിഭയങ്കരനായ ഒരു മജീഷ്യൻ ആണെന്ന്. അങ്കിൾ, അവൻ ഞങ്ങളെ രഹസ്യമായി മത്തങ്ങയുടെ അകത്താക്കി പറഞ്ഞയച്ചു അല്ലേ ജോഡി? അതെ, അവനൊരു ഫ്രോഡാണ്. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യില്ലായിരുന്നോ? പ്രശ്നമൊന്നുമില്ല കുട്ടികളെ. ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു പുതിയ മാജിക് പഠിപ്പിച്ചു തരാം. നമുക്കൊരു കൈ നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ രുദ്ര എന്റെ കുട്ടികളെ എങ്ങനെ തോൽപ്പിക്കുന്നു നോക്കാം.
അതെ, ഈ പ്രാവശ്യം ഞങ്ങൾ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവരെ കളിപ്പിക്കാം. അതെ ജെനി, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരൂ. ജെനി, ജോഡി, സൂക്ഷിക്കണം. രുദ്രയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയാതെ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് കേൾക്ക് ഷക്കാൽ. രുദ്രയെ പിടിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ഇമ്പോസിബിൾ അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എന്റെ കുട്ടികൾക്ക് അത്ര നല്ല മാജിക് ആയിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, രുദ്ര പോലും അത് എപ്പോഴും ഓർമ്മിക്കും. നിങ്ങൾ അവരെ ഓടിച്ച് പറഞ്ഞയച്ചല്ലേ, പക്ഷേ സൂക്ഷിക്കണം. അവരെല്ലാരും ഷാക്കാലിന്റെ ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. മുത്തശ്ശ, അവർ രണ്ടുപേരും റോട്ടിൽ വെച്ച് അവരുടെ മാജിക് പവേഴ്സ് മിസ്യൂസ് ചെയ്തിരിക്കുന്നു. അവരുണ്ടാക്കിയ വോൾ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മാജിക് എനിക്കും പഠിപ്പിച്ചു തരാം മുത്തശ്ശ. ഓക്കെ രുദ്ര, ഏതൊരു സാധനത്തിന്റെയും എലിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഞങ്ങൾക്കും പഠിക്കണം. ഇബൈസ്ക സക്കൂം ഇമേജ് ക്രിയേറ്റോ. കുട്ട വരുൺ, അത് മാജിക്കൽ വാളാണ്, റിയൽ വാളല്ല. രുദ്ര, ഈ മാജിക് ചെയ്തത് അത്ര ഈസിയായ കാര്യമല്ല. കാണാൻ അത് എളുപ്പമായിരിക്കും. ആദ്യം നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യേ. എന്നിട്ട് ആ മന്ത്രം ചൊല്ല്. പിന്നെ ഫോക്കസും ബിലീഫും അത് മറക്കരുത്. ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ്. അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കേ. ഓ, നമുക്കും ഇതൊക്കെ കണ്ട് പഠിച്ചേക്കാം. ഇതെന്തായാലും വളരെ ഈസിയായ മാജിക് എന്നാ തോന്നുന്നേ. ഒരു ടൈഗറിന്റെ ഇമേജ് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും പേടിപ്പിച്ചളയാം. നല്ല രസമായിരിക്കും. ടൈഗർ പ്രസന്റ്. അല്ല, നിങ്ങൾ പേടിച്ചു പോയല്ലേ? എന്തായാലും പേടിക്കണ്ട. ഇത് ടൈഗറിന്റെ വേറെ ഇമേജ് ആണ്. ഇത് ഒറിജിനൽ ടൈഗർ അല്ല. ഇപ്പൊ നോക്കിക്കോ, എന്റെ കൈകൾ ഇവന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നതായിരിക്കും. രക്ഷിക്കണേ മുത്തശ്ശ. സോറി സോറി. ഇതെങ്ങനെയാണ് ഒറിജിനലായി മാറിയേ? രംഗീല, നീ എന്തിനാണ് മന്ത്രങ്ങൾ ഇങ്ങനെ തലകീഴായി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത്? എല്ലാവരും വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്, ഞാനത് നോക്കട്ടെ. ഇത് സംഗതി പ്രശ്നമായല്ലോ. ഒരു പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു, വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഹലോ ഗൈസ്, സോറി. ഇന്നലെ ഞങ്ങൾ വലിയൊരു തെറ്റാ ചെയ്തത്. അതിന് സോറി ചോദിക്കാനാ ഇപ്പൊ വന്നത്. പക്ഷെ നീ ഇന്ന് തനിച്ചാണല്ലോ വന്നിരിക്കുന്നത്. നിന്റെ ബ്രദർ ജോഡി എവിടെയാ? അവൻ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുക. സ്നീഡി സ്പീഡി സ്നേക്കി ചൂ. നീ സോറി പറയാനല്ലേ വന്നത്, പിന്നെ എന്താ ഇതൊക്കെ? ഓ അതോ, ഇന്നലെ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതിനു വേണ്ടിയാ സോറി പറഞ്ഞത്. ആ വിഷമം ഇപ്പൊ മാറ്റി തരാം. നിങ്ങൾ ഞങ്ങൾ ഷക്കാൽ അങ്കിളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാണ്. അത് മാജിക്കൽ പവർ വർക്കാകാത്ത നെറ്റാണ്. അതിനകത്ത് നിന്റെ ഒരു മാജിക്കൽ പവറും വർക്ക് ആകില്ല. വാ, എന്റെ അമ്മാവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാജിക്കൽ പവേഴ്സ് മാജിക്കൽ നെറ്റിൽ വർക്ക് ആവില്ലെന്നോ? സിൽസു, വരൂ. വേഗം പുറത്തേക്ക് ചെന്ന് ആ നെറ്റ് കട്ടാക്ക്. ഓ നോ, ജോഡി ഓടിക്കോ. സ്നീലി സ്നീലി സ്നേക്കി ചൂ. അത് ശരി, മാജിക്കൽ എസ്കേപ്പ് ആണല്ലേ? പിടിക്കാവും വരെ.
രുദ്ര അവര് മാജിക്കൽ ടണൽ വഴി എസ്കേപ്പ് ആവാൻ നോക്കാണ്. Ibaiska Sakum Blasto! നമ്മളിപ്പോ ഷാക്കാലിന്റെ പാലസിലേക്ക് വന്നിരിക്കുന്നത്. ശരിയാ പറഞ്ഞത് വരുൺ. നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ പേടിച്ചോടാന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഷാക്കാൽ അങ്കിൾ, ദാ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞ രുദ്ര. ഇപ്പൊ പറയൂ, ഇവിടെ വലിയ മെജിഷ്യൻ ആരാ? കലക്കി അടിപൊളി. നിന്റെ കുട്ടികൾ ഇന്ന് വലിയൊരു സാഹസമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് പോലും ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തോടെ രുദ്രയുടെ കഥ ഇവിടെ വെച്ച് ഈ കാൾ സിറ്റിയിൽ വെച്ച് അവസാനിക്കാൻ പോവുകയാണ്. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇനി നമുക്ക് രണ്ടിലൊന്ന് നോക്കാം, ആരാണ് ശക്തിശാലി എന്ന് നോക്കാം. ഫൈറ്റ് ഒക്കെ ഇതോടെ കഴിഞ്ഞു. ഇപ്പൊ നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള സമയമാണിത്. ഷാക്കാൽ, ഇത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവര് തന്നെ സോൾവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് വരും. ജയ്സിംഗ് ചൗഹാൻ, മിണ്ടിപ്പോകരുത്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവാണ്. എന്നെ കണ്ട് പേടിക്ക്, ഞാനാണ് ഷക്കാൽ. ഷാക്കാൽ, നിന്നെ കണ്ട് നിന്റെ ഗോഗ പോലും പേടിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെ പേടിക്കും? രുദ്ര, കാണിച്ചു കൊടുക്ക്. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്ക്. എപ്പോഴും ജയിക്കാൻ പോകുന്നത് സത്യമായിരിക്കും. എപ്പോഴും വിജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചുമ്മാ ഇരുന്ന ശരിയാവില്ല. Come on, attack. ജന്തർ മന്തർ കൈക്കലന്തർ ചൂ. മൈര, പ്ലീസ്, നീ ആരും സഹായിക്കരുത്. മൈര, വരുൺ. രുദ്ര, ഇപ്പൊ നീ എന്ത് ചെയ്യും? ഞങ്ങളെ ജയിക്കുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോ. വരാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യും പറ. നിന്റെ അറ്റാക്ക് നിനക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. നേരിട്ട് വാ. മമ്മി, ഞങ്ങളെ രക്ഷിക്ക്. അവൻ cheating ആണ് ചെയ്യുന്നത്. രുദ്ര, സ്നീഡി, സ്പൈഡി. ഷക്ലീന, ചില സമയം തോറ്റ് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കുട്ടികളുടെ വഴക്കാണ്. അത് തീർന്നു കഴിഞ്ഞു. വീണ്ടും അത് വലിച്ചു നീട്ടരുത്. നീ നിന്റെ കുട്ടികളെയും നിന്നെ പോലെ വളർത്തിയിരിക്കുകയാണ്. സ്നേഹവും ഫ്രണ്ട്ഷിപ്പും പഠിപ്പിച്ചു കൊടുക്കാതെ വെറുപ്പും ചീറ്റിങ്ങുമാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നീ ഏതു തരം അമ്മയാണ്? വരൂ രുദ്ര, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ വളരെ വലിയ മജീഷ്യൻ ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു മുത്തശ്ശ.
ഓക്കെ ജെനി ജോഡി, പിന്നെ കാണാം. ബൈ. അവനെന്താ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് പോയത്? ഞങ്ങൾക്ക് അവനെ വീണ്ടും കാണണ്ട.